യൂറോപ്പിലെ തന്നെ ലാർജസ്റ്റ് വൈഡസ്റ്റ് വാട്ടർഫോൾ റെയിൻഫോൾസ്. അച്ഛൻ ഇന്നത്തെ സ്ഥലത്ത് പോകാൻ എക്സൈറ്റഡ് ആണോ? ആണോ അമ്മേ? നീലു ആയിരിക്കും ഉറപ്പാ? നീലു ഇഷ്ടപ്പെടുമായിരിക്കും അല്ലേ? എന്തൊക്കെ വീണു അല്ലേ? ബട്ട് സ്മോൾ അല്ലേ, വലിയ കുഴപ്പമില്ലല്ലോ. ഞങ്ങളപ്പോൾ റെയിൻഫോൾസിൽ പോകാൻ വേണ്ടിയിട്ടാണ് വന്നത്, പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് ഇവിടെ 2 ലിഫ്റ്റ് ഉണ്ട്. അപ്പം ലിഫ്റ്റ് ഇറങ്ങി താഴെ എത്തിക്കഴിഞ്ഞിട്ട് അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ബോട്ട് ട്രിപ്പിന് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. ഞങ്ങൾ ഇറങ്ങിയിട്ട് നടക്കുകയാണ്. ഇപ്പോൾ കാണിക്കണമോ അതോ അവിടെ ചെന്നിട്ട് നല്ല വ്യൂ പോയിന്റ് ആവുമ്പോൾ കാണിക്കണം എന്നോ? പിന്നെ ഒന്ന് ജസ്റ്റ് നമുക്ക് അവിടുന്ന് കാണാം. അതാണ് ശരിക്കും റെയിൻഫോൾസിൻ്റെ ഇത്. നമ്മൾ ബോട്ട് ട്രിപ്പിന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ ഓ സ്നെയിലോ, എന്താ ഒരു സ്നെയില് കാണുന്നില്ലല്ലോ. എന്തൊരു ഭംഗിയാ, ചെറുതായിട്ട് ഞങ്ങൾക്ക് അവിടുന്ന് കാണാം. അച്ഛൻ ഞെട്ടിത്തരിച്ച് നിൽക്കുന്നു. അമ്മ ഏതാ? ഇത് എൻ്റെ ലൈഫിലെ ഒരു സ്പെഷ്യൽ മൊമെൻറ്റ്സിൽപ്പെട്ട ഒരെണ്ണം തന്നെയാണ്. കാരണം ഈ മൊമെൻറ്റിൽ ഞാൻ ശരിക്കും റിയലൈസ് ചെയ്തിട്ടുണ്ട്, ലൈക്ക് ഈ നേച്ചറിൻ്റെ മുന്നിൽ നമ്മളെന്ത് ചെറുത്, നമ്മളെന്ത് ഉണ്ടാക്കിയാലും നേച്ചർ ഉണ്ടാക്കി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നത്തിങ് ആണ്, അതൊന്നും ഒന്നുമല്ല എന്ന് തോന്നിപ്പോവും. ഈ വാട്ടർഫോളിൻ്റെ അടുത്ത് തന്നെ മനുഷ്യനുണ്ടാക്കി വെച്ച ഒരു നല്ല അടിപൊളി ഒരു ക്യാസിലുണ്ട്. ആ ക്യാസിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇപ്പോൾ വേറൊരു സ്ഥലത്ത് നിന്ന് കണ്ടാൽ വാവെന്ന് തോന്നും. പക്ഷേ ഉണ്ടല്ലോ, ഈ വാട്ടർഫോളിൻ്റെ അടുത്ത് നിന്ന് അത് കാണുമ്പോൾ അതൊന്നുമല്ല, ആ വാട്ടർഫോളാണ് എല്ലാം എന്ന് തോന്നിപ്പോവും. കാരണം ചുമ്മാതെയല്ല, ഇത് യൂറോപ്പിലെ തന്നെ ലാർജസ്റ്റ് വാട്ടർഫോളാണ് ഇൻ വോളിയം. സ്പ്രിങ്ങിലും ഏർലി സമ്മറിലൊക്കെ ഇവിടെ 6 ലക്ഷം ലിറ്റേഴ്സ് ഓഫ് വാട്ടറാണ് പെർ സെക്കൻഡ് താഴേക്ക് ഒഴുകുന്നത്. അപ്പോൾ തന്നെ ഊഹിക്കാമല്ലോ അതിൻ്റെ നമ്മളതിൻ്റെ അടിയിൽ പോയി നിൽക്കുമ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, ഇങ്ങനെ ഗർജിച്ച് വരുന്ന ഒരു സാധനം പോലെ തോന്നും. ഞങ്ങൾ ഇങ്ങനെ ബോട്ടിൻ്റെ ടിക്കറ്റ് എടുക്കാനും ബാത്റൂമിലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള തപ്പല്ലാണ്. നോക്കട്ടെ, ഞാനിങ്ങോട്ട് വരുന്നതിന് മുന്നേ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതാണ് സ്വിറ്റ്സർലാൻഡിലെ മോസ്റ്റ് വിസിറ്റഡ് ലാൻഡ്മാർക്ക് എന്ന് പറഞ്ഞപ്പോൾ എനിക്കങ്ങനെയും തോന്നിയില്ല. പക്ഷേ ഇവിടെ വന്ന ആൾക്കാരെ കണ്ടപ്പോൾ മനസ്സിലായി, നേരാണ് പറഞ്ഞതിൽ എന്തോ ഒരു കാര്യമുണ്ട് എന്ന്. വരുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരുന്നത് നല്ലതായിരിക്കും. ഇന്ന് അവൈലബിൾ ആണോ ടിക്കറ്റ് എന്ന്, അല്ലെങ്കിൽ ഓൺലൈൻ എടുക്കേണ്ടി വരും. അപ്പം ഞങ്ങൾ ഇന്നലെ നോക്കിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇവിടെ വന്നിട്ട് എടുത്താൽ മതി എന്ന് മനസ്സിലായി. അപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ ക്യൂ നിന്ന് ടിക്കറ്റ് എടുക്കുക. ഇനി റെയിൻഫോൾസ് അല്ല, എന്ത് ഫോൾസാന്ന് പറഞ്ഞാലും മക്കൾക്ക് പാർക്ക് കണ്ടാൽ പിന്നെ വേറെ ഒരു രക്ഷയില്ല. ഇവിടെ നമുക്ക് 11:15 സമയം. അപ്പോൾ 11:40 എനിക്ക് ബോട്ടിന് ഇത് കിട്ടിയത് ടൈം. അപ്പം അതുവരെ സമയമുണ്ടല്ലോ. അപ്പോൾ എന്താണെങ്കിലും നീല് പറഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ പാർക്കുണ്ട്, അതാ മക്കളെല്ലാം ഓടുന്ന അങ്ങോട്ടേക്ക്. പിന്നെ അത് ഈ വേറൊരു പാർക്കുണ്ട്, അവിടെയും കയറണം പോലും. എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല, എൻ്റെ റൈറ്റ് സൈഡിൽ യൂറോപ്പിലെ ഏറ്റവും വലിയ ലാർജസ്റ്റ് വൈഡസ്റ്റ് റെയിൻഫോൾസ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. ഇവിടുത്തെ ഈ നദിയുടെ പേരും റെയിൻ എന്നാണ്, അതുകൊണ്ടാണ് അതിന് റെയിൻഫോൾസ് എന്ന് പറയുന്നത്. സോറി, പോയിട്ട് വാ, ഓടിപ്പോയിട്ട് വാ. അമ്മ ഇവിടെ നിൽക്കാവേ, ഓടി കയറിക്കോ, ഓടിക്കേറിക്കോടാ. ഓക്കെ, കുറച്ച് വലുതാണ് സൗണ്ടാ.
വാസ് ഇറ്റ്? അടിപൊളിയാണോ? ഒന്നുകൂടെ പോകുന്നുണ്ടാ? നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്ത് തന്നാലും വേറെ ഒരു പ്ലാൻ എക്സിക്യൂട്ട് ആവും അതിൻ്റെ ഇടയ്ക്ക് കൂടെ, എസ്പെഷ്യലി നമ്മുടെ കൂടെ കുട്ടികളുണ്ടെങ്കിൽ. ഇപ്പോൾ നമ്മൾ ഇത് ഇവിടെയും കഴിഞ്ഞ് നേരെ അടുത്ത ഒരു വില്ലേജ് കാണാൻ പോവാം, അങ്ങനത്തെയൊക്കെ പ്ലാൻ. അതുകൊണ്ട് ഇത് ഫാസ്റ്റായിട്ട് തീർക്കണം. ഇവിടെ വന്നപ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി എല്ലാം സ്ലോ ഡൗൺ ആയി. നമുക്കും ഫാസ്റ്റ് ആക്കണം എന്നില്ല, കാരണം കാണാത്ര ഭംഗിയായതുകൊണ്ടേ. നമ്മൾ കുറേ ആയിട്ട് വിചാരിക്കുന്ന ഒരു സ്ഥലമാണിത്, റെയിൻഫോൾസ്. മറ്റേ സിനിമയിൽ പറയുന്ന പോലെ കാളം വന്നു, ഓലം വന്നു, സാമ്പാർ വന്നു എന്നൊക്കെ പറയുന്ന പോലെ ആദ്യം നീല് വന്ന്, പിന്നെ ഞാൻ വന്ന്, പിന്നെ ബാല് വന്ന്. പക്ഷെ ഈ മുതുക്കന്മാരായിട്ടും ഇതൊക്കെ ചെയ്യാൻ നല്ല അടിപൊളിയാട്ടോ പിള്ളേരുടെ കൂടെ. അപ്പോഴാണ് നമുക്ക് പണ്ടൊന്നും ഇത്ര വലിയ സ്ലൈഡൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെ ഒരു പാർക്കിലെ കളിയും ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ ബോട്ടിൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ പഴയ ബിൽഡിങ്ങുകളൊക്കെ നല്ല ഇതിലൂടെയാ? അതെ, നേരെ ടു ദ ബോട്ട്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ടു ദ ബോട്ട്സ്. നമ്പർ 1. നമുക്ക് ഇവിടെ ഗേറ്റ് നമ്പറുണ്ട്, ഇങ്ങനെ ഏത് ഗേറ്റിലാണ് പോകേണ്ടതെന്നുള്ളത്. ബോട്ടിൽ കയറി ഇരിപ്പായിട്ടുണ്ട് സാറ്. നോക്കട്ടെ, ബോട്ടിൻ്റെ തൊട്ടിപ്പുറത്ത് ഞങ്ങൾക്ക് കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. നോക്കൂ, ആരാ മോനെ? ഇങ്ങനെ ഞങ്ങളുടെ ബോട്ട് സ്റ്റാർട്ട് ചെയ്തു. വേറെ 30 മിനിറ്റ്, അത് വേറൊരെണ്ണം. വാട്ടർഫോൾസിൻ്റെ അടുത്തേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. നീലു എങ്ങനെയുണ്ട്? നീലു തൊട്ടടുത്തെത്തി, തൊട്ടടുത്തെത്തി ഞങ്ങൾ. തൊട്ടടുത്ത് നീല നോക്ക. ഞങ്ങളെങ്ങനെ തൊട്ടടുത്ത് വന്ന ബോട്ടില് ഞങ്ങള് ഇവിടെ ഇറങ്ങാം. നമുക്ക് അതില് നീലി ഇരുന്ന കയറി. കണ്ടോ, ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അതായത് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മുന്നിൽ ഈ ബോട്ടൊക്കെ വരുമ്പോൾ, ഈ ബോട്ടെന്ന് പറഞ്ഞാൽ ശരിക്കും നല്ല വലിയ ബോട്ടാണ്. ഒരു 19 പേർക്കെങ്കിലും ഇരിക്കാൻ പറ്റുന്ന ബോട്ടാണ്. എന്നിട്ട് ആ ബോട്ട് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മുന്നിൽ വരുമ്പോൾ ഒരു ചെറിയ ടോയ് പോലെ നമുക്ക് തോന്നുള്ളൂ. കണ്ടോ, ഒരു കുഞ്ഞി ടോയ്. അപ്പോൾ അത്രയേ ഉള്ളൂ നേച്ചറിൻ്റെ മുന്നിൽ നമ്മൾ. എന്താ വാങ്ങിച്ചേ? കടലയാന്ന് തോന്നുന്നു. അല്ല, കപ്പലണ്ടി അല്ല, പേപ്പറിൽ പൊതിഞ്ഞ ഫ്രഞ്ച് ഫ്രൈസ് ആണ്. ഇങ്ങനെ റെയിൻഫോൾസിൻ്റെ സൈഡിൽ കൂടി ഞാനും നീലും ഇങ്ങനെ നടക്കുകയാണ്, അവരെയും തപ്പി. ഹായ്.
എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ റെയിൻഫോൾസ് കണ്ടപ്പം? ഇഷ്ടപ്പെട്ടോ? പ്രതീക്ഷേനെക്കാട്ടിലും അടിപൊളിയായിരുന്നോ? അടിപൊളിയായിരുന്നു. ഞാനല്ല ആദ്യം അവിടെ അതിന്റെ മുകളിൽ ആള് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. ഞാൻ വിചാരിച്ചെന്താ വെച്ചാല് പണ്ട് തോണി ഇറങ്ങുമ്പോഴേ അപ്പം ഇങ്ങനെ ചാടുമല്ലോ, അപ്പൊ അതേമാതിരി അവിടെ ആയിരിക്കും. അവിടെ പോയപ്പോഴാ സെറ്റപ്പ് മനസ്സിലായി. ആ സെന്ററിൽ കയറിയ ഭാഗത്തല്ലേ? ഇവിടുന്ന് താഴെ ചാട്ടം മിസ്സായി. അവിടെ അമ്മൂമ്മ നീലു ഫുഡ് കഴിച്ചു കഴിഞ്ഞില്ല, അതുകൊണ്ട് അമ്മൂമ്മ നീലിന് കമ്പനി ഇരിക്കുകയാണ്. പിന്നെ അതുമാത്രമല്ല, അവിടെ നിന്ന് നേരെ നോക്കിയാൽ ഞങ്ങൾക്ക് റെയിൻഫോൾസിൻ്റെ ഇതാ കാണുന്നത്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നാന കുക്കീസ് കഴിക്കുന്നു. പിന്നെ മിസ്റ്റർ ബാലു എന്നെ കൊണ്ട് നടക്കാൻ പോവാന്ന് പറഞ്ഞ് ഞാനും ബാലും കൂടെ ചുമ്മാ. ബാൽ, നിനക്ക് വേണ്ടി ആരോ ഒഴിച്ചു വെച്ചാണല്ലോ. നീ എപ്പോ വരൂന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഇവിടെ? ആരോ ബിയർ ഒഴിച്ചു വെച്ച്, അല്ല ഒഴിച്ചു വെച്ചപ്പോഴാണെന്ന് തോന്നുന്നു പുള്ളിക്ക് ശ്വാസം മുട്ടിയത്. അപ്പം തന്നെ പോയി. പിന്നെ പണ്ട് നിന്റെ ആരോ വന്നപ്പോ വെച്ചിട്ട് പോയ തോണിയാണോ ബാലിത്? ഈ വീഡിയോ മാത്രം, ഈ എപ്പിസോഡ് മാത്രം എൻ്റെ അച്ഛനെ ഞാൻ കാണിച്ചിരിക്കും കേട്ടോ. നോക്കിക്കോ. കണ്ടോ, ശരിക്കും മാനിന്റെ കൊമ്പ് ഞങ്ങൾ വാങ്ങിച്ചു തരണം. അവിടെ ഇടിച്ചും കുത്തി ഒരു വാട്ടർഫോൾ ഒഴുകുമ്പോൾ ഇവിടെ ഒരു കുഞ്ഞിക്ക വാട്ടർഫോള്, വളരെ ചെറുത്. പക്ഷെ നീലിന് ഭയങ്കര സന്തോഷമായി, കാരണം വെള്ളത്തിൽ കുറേ നേരം കളിക്കാൻ പറ്റി. എടാ, ടീഷർട്ട് വേറെ ഉണ്ട്. I can play good with my bare hands. Bare hands. See? Oh! നിന്റെ ചിരി കാണല്ലോ അത്. പിന്നെ റെയിൻഫോൾസ് എല്ലാം എൻജോയ് ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ ഷാഫ് ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള അടുത്തുള്ള ഒരു വില്ലേജിലേക്കാണ് പോകുന്നത്. അവിടെ മുനോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോർട്രസ് ഉണ്ട്. ഞങ്ങൾ നടന്നു കേട്ടോ പോകുന്നത്, കാരണം മെയിനായിട്ട് നടന്നു പോയാലേ നമുക്ക് പല കാഴ്ചകളും കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ കണ്ട ഒരു കാഴ്ചയാണ് ഈ റെയിൻ റിവറിലേക്ക് ആൾക്കാരിങ്ങനെ ചാടുന്നത്. പിന്നെ ഒരു അടിപൊളി ഒരു പാറ ഉണ്ടായിരുന്നു. ആ പാറയ്ക്കകത്തുകൂടെ ഈ പാറയ്ക്കകത്തൂടെ ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്നതൊക്കെ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. ഇതൊക്കെ കാണാൻ പറ്റിയതൊരു ഭാഗ്യമാണ് ഞങ്ങൾ. ശരിക്കും നമ്മൾ നടന്നു പോയാൽ മാത്രമേ ഇങ്ങനത്തെ ഈ സ്മോൾ ഡീറ്റെയിൽസൊക്കെ കാണുള്ളൂ. ശരിക്കും നമ്മൾ ആ സ്ഥലത്തിൻ്റെ ഒരു റിയൽ ഭംഗിയുണ്ടല്ലോ, അത് ഫീൽ ചെയ്യണ ശരിക്കും നമ്മൾ ആ സ്ഥലത്ത് കൂടെ നടക്കണം. അല്ലാതെ നമ്മൾ കാറിൽ പോകുമ്പോഴോ അല്ലെ ബസ്സിലോ ട്രെയിനിലോ ഒന്നും പോയാൽ ഇതൊന്നും നമുക്ക് ശ്രദ്ധിക്കുകയില്ല നമ്മൾ. ടയേർഡാണോ കുഞ്ഞി? ടയേർഡായോ? എന്താ വേണ്ടത്? ഒരു കാന്തൂച്ചി വേണോ? എന്താ ഒരു കുക്കീസ് വേണോ? മറ്റേ ആ ചിപ്സ് വേണോ? എനർജി മിൽക്ക് വേണമായിരിക്കും, എടുത്തോ.
നമ്മളെല്ലാവരും ഈ ബാൽക്കണി ടിക്കറ്റ് എടുത്തിരിക്കുന്നത് നീല് സ്വിം ചെയ്യുന്നുണ്ട് കേട്ടോ അവിടെ റിവറിൽ. അത് കാണാൻ വേണ്ടിയിട്ടാണ്. നീലു, he is coming behind you. ചില ദിവസങ്ങൾ അങ്ങനെയാണ്, നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് തരും. എനിക്ക് അങ്ങനെ തന്ന ഒരു ദിവസമായിരുന്നു ഈ ദിവസം. കാരണം ഞാനാകെ റെയിൻഫോൾസ് മാത്രം അത് അടിപൊളിയാണെന്ന് ഉറപ്പാണല്ലോ, കാരണം അതിനെപ്പറ്റി കുറേ കേട്ടിട്ടുണ്ട്, വീഡിയോസ് കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ ഷാഫോസ് എന്ന് പറഞ്ഞിട്ടുള്ള വില്ലേജിനെ പറ്റിയിട്ടോ മുനോട്ട് ഫോർട്രസിനെ പറ്റിയിട്ടോ ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ പോയത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഡബിളായിട്ട് അത് ആസ്വദിക്കാനും പറ്റി. Bye. അതെ, ഓരോ നാടും നമ്മളോട് ഓരോ കഥ പറയും. അതുപോലെ ഈ നാടും എന്നോടൊരു കഥ പറഞ്ഞു, ഒരു പേരിപ്പെടുത്തുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ കഥ. അതെ, ഞാനെന്ന കുട്ടി, പിന്നെ എൻ്റെ സ്വന്തം കുട്ടി, എൻ്റെ കെട്ടിയോൻ കുട്ടി, അങ്ങനെ കെട്ടിയോൻ്റെ അമ്മ അച്ഛൻ എന്ന കുട്ടികളെല്ലാവരും ഞെട്ടിത്തിരിച്ച് നിന്നു ഇൻ ഫ്രണ്ട് ഓഫ് റെയിൻഫോൾസ്. ആ കഥയായിരുന്നു ഇന്നത്തെ കഥ. അപ്പം അടുത്തൊരു ബെല്ലോടുകൂടി നാടകം അവസാനിക്കുകയാണ്.